ഹായ് ഹലോ ദേവോസ് ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ഒരു കറി നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ വളരെ പെട്ടെന്ന് അച്ചാറിടാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പുറത്തുള്ള കട്ടി കൂടിയ ആ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളയണേ. അല്ലെങ്കിൽ ഇത് തൊലി കളഞ്ഞില്ലെങ്കിൽ ഇത് അച്ചാറിടുമ്പോഴത്തേക്കും കയ്പ്പ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ടതൊന്ന് കഴുകിയെടുത്ത് ചെറുതായിട്ട് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം എന്താ നമ്മുടെ നാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ നമ്മുടെ നാരങ്ങയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം കൂടെ തിരുമ്മി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ അത് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ട് ഒരു 4-5 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉലുവയും കടുകും കൂട്ടിയിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഉലുവയും കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാവേ. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയുടെയൊക്കെ കൂടെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അടിപൊളി ഐറ്റമാണ് ഈ നാരങ്ങ അച്ചാർ. അപ്പം ചൂട് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒരു സൈഡ് ഡിഷും വേണ്ട. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.